ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പം പറഞ്ഞിരുന്നു ഇനി എത്രയും പെട്ടെന്ന് എൻ്റെ പുതിയ വീഡിയോയുമായിട്ട് വരുമെന്ന്. അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെ യിൽ എത്തി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ അർമേനിയയിൽ എങ്ങനെയാണ് എത്തിയത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് കേട്ടോ. അവിടെ കുറേ യാത്രകളൊക്കെ ചെയ്തു എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള വിസയിൽ നിന്നുകൊണ്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് പോകണമെന്നുള്ള ആഗ്രഹം വീണ്ടും എനിക്കുണ്ടായി. ആഗ്രഹമാണോ അത്യാഗ്രഹമാണോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും. ഞാനത് ആഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്, അത്യാഗ്രഹം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 5 വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ട് എൻ്റെ മറ്റാവശ്യങ്ങളെല്ലാം നടത്തുമ്പോൾ തന്നെയും ഞാൻ ആഗ്രഹിച്ച എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം അത് ഞാൻ നേടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ 5 വർഷവും ഞാൻ ജോലി ചെയ്ത് എൻ്റെ ആരോഗ്യവും കളഞ്ഞ് ഒക്കെ പോരുമ്പോൾ ഒന്നുമില്ലാത്തതുപോലെ ഞാൻ പോരേണ്ടി വരും. ഉണ്ടാക്കിയതൊന്നും ഇല്ല എന്നുള്ളതല്ല, അതുണ്ട്. പക്ഷെ എൻ്റെ വ്യക്തിപരമായ കുറച്ച് സന്തോഷങ്ങൾ അതില്ലാതെ ഞാൻ തിരിച്ചു പോരേണ്ടി വരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകണമെന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം എന്നെ മനസ്സിൽ ഉദിച്ചു വന്നു. അത് ഏറ്റവും എല്ലാവരും പറഞ്ഞു കേട്ടത് ജോർജിയയാണ്. അപ്പൊ ജോർജിയയിൽ തന്നെ പോകാമെന്നായിരുന്നു. ജോർജിയയിൽ പോകണം, അതായത് ജോർജിയയെ കുറിച്ച് വലിയ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ജോർജിയയിൽ പോകണമെന്നാണ് ശരിക്കും ഉണ്ടായിരുന്ന ആഗ്രഹം. പക്ഷെ ഞാൻ പോരുന്ന ആ സമയത്ത് ഡിസംബർ മാസമാണ്. ആ സമയം ആയപ്പോഴേക്കും എനിക്ക് 2024 ഡിസംബർ എനിക്ക് തിരിച്ചു പോരേണ്ട കാലാവധിയാണ്. ജനുവരി ലാസ്റ്റ് വരെ ഉണ്ട്, പക്ഷെ ഞാൻ അത്ര നിൽക്കുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് അത്ര നിൽക്കുന്നില്ലായിരുന്നു. ഡിസംബർ ലാസ്റ്റ് തന്നെ പോരണമായിരുന്നു. അങ്ങനെ പോകാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഡിസംബർ മാസം ആയതുകൊണ്ട് സീസൺ സമയമാണ്, നല്ല തണുപ്പിന്റെ നേരമാണ്, ആളുകൾ പോകുന്നതാണ്, അവിടെയൊക്കെ അവധിയുള്ള സമയമാണ്. അപ്പൊ എല്ലാ സ്ഥലത്തൊന്നും ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ചാർജ് എല്ലാം ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. എനിക്കൊരു പരിധിയുണ്ട് ഒരു പണത്തിന്, ആ പണത്തിൻ്റെക്കാളൊക്കെ ഇരട്ടിയാണ് പോകാനുണ്ടായിരുന്ന ചാർജിന്റെയൊക്കെ അവസ്ഥ. ചാർജ് അത്രയ്ക്കും കൂടി എന്ന് സാരം. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കുറഞ്ഞ രീതിയിൽ പോകാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നറിയാനായിട്ട് പലയിടത്തും ഞാൻ അന്വേഷിച്ചു. അപ്പൊ ഞങ്ങളുടെ ജോബിന്റെ ഗ്രൂപ്പുകൾ, അതുപോലെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറെ ഗ്രൂപ്പുകൾ, ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകളാണ് കുറെ ഉള്ളത്. അബുദാബി കമ്മ്യൂണിറ്റി, അതുപോലെ മറ്റ് നാട്ടു വർത്തമാനം, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. അതിൽ ഞാൻ ചിലതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം തന്നെ യിൽ ചെന്നതിന് ശേഷം ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അബുദാബി മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഞാൻ ഇങ്ങനെ പോയിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അപ്പൊ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പോകാൻ പറ്റുന്ന ഏറ്റവും മെച്ചമായ സ്ഥലം ഏതാണ് എന്നെല്ലാം അന്വേഷിച്ചു. അപ്പൊ അന്വേഷിക്കുമ്പോൾ തന്നെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പലരും പോയിട്ടുള്ളവരാണ്, എല്ലാ സ്ഥലങ്ങളും പോയിട്ടുള്ളവരാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ എക്സ്പീരിയൻസ് നമ്മളോട് പറഞ്ഞു. എന്തായാലും ഞാൻ നോക്കുമ്പോൾ പൈസ ചാർജ് കൂടി വരുന്നു. അങ്ങനെ വരുമ്പോൾ എനിക്ക് പോകാനായിട്ട് പറ്റാത്ത പല സ്ഥലവുമാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ജോർജിയയാണായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ചില ആൾക്കാരൊക്കെ നമുക്ക് അറിയാവുന്നവരാണ്. ചില സമയങ്ങളിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഓരോരോ പ്രോഗ്രാമിനൊക്കെ കൂടുന്നതാണ്. അങ്ങനെ കുറെ പേർക്ക് നമുക്ക് അറിയാവുന്നവരും ഉണ്ട് അതിനകത്ത്. എന്തായാലും ഇവർ പറഞ്ഞൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ ഇനി എന്നെ കൊണ്ട് എന്തിനു പറ്റും, ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, എനിക്കിനി ഒന്നും വയ്യ എന്ന് പറഞ്ഞ് ഒരു മൂലയ്ക്ക് കൂടിയിരിക്കുന്നതാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. അതേസമയത്ത് ഇത്രയും പ്രായമുള്ള ഈ ചേച്ചി ഒറ്റയ്ക്ക് പോകാനായിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുമ്പോൾ, അല്ല ഇങ്ങനെ ഒരു രാജ്യം കാണണം, ഈ നാട് വിട്ട് പോകുമ്പോഴേക്കും ഇങ്ങനെ ഒരു കാര്യം സാധിച്ചെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതൊരു മാതൃകയാണ് ഈ ചേച്ചി, എല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണ് എന്നാണ് അവിടെ ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരടക്കം അതുപോലെ തന്നെ ഒരുപാട് പേരുടെ അഭിപ്രായം അതായിരുന്നു. അതുകൊണ്ട് ഈ ചേച്ചിയുടെ ആഗ്രഹം നമുക്ക് സാധിപ്പിക്കണം. നമ്മൾ എല്ലാവരും കൂടി ചെറിയ ഒരു ഹെൽപ്പ് ചെയ്താൽ ഈ ചേച്ചിക്ക് പോകാൻ പറ്റും, എത്ര രൂപയാണെങ്കിലും പോകാൻ പറ്റും എന്നുള്ള ഒരു അഭിപ്രായം അവിടെ വരികയും എല്ലാവരും എന്നെ പോകാനായിട്ട് ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇടയ്ക്ക് പല ഘട്ടത്തിലും ഞാൻ നടക്കില്ല എന്ന് വെച്ചാൽ ഡിസംബർ മാസം ആയതുകൊണ്ട് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഓരോ ദിവസവും ചാർജ് കൂട്ടി കൊണ്ടുവരുവാണ്. അത് അവസാനം ഫിക്സ് ചെയ്യുന്നിട വരെ അതേപോലെ തന്നെയാണ് പോയത് കേട്ടോ. ഓരോ കാര്യങ്ങളിലും ചെന്നെടുക്കുമ്പോൾ ഹോട്ടലടക്കം ഞാൻ ഒറ്റയ്ക്കല്ലേ, 2 പേരുടെ റൂമൊക്കെ ഒറ്റയ്ക്കേ ഉള്ളൂ, സിംഗിൾ റൂമൊന്നും ഇല്ല, എല്ലാം ഡബിളേ ഉള്ളൂ. ആ റൂമിന് എല്ലാം പൈസ കയറി വരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ പോകാൻ റെഡി ആവുന്നത്.
പല ഘട്ടത്തിലും ഞാൻ വേണ്ടാന്ന് വെക്കുമ്പോഴും ഇവരെല്ലാവരും എന്നോട് വേണ്ട, പോകാം ആഗ്രഹമല്ലേ, നമുക്ക് സാധിപ്പിക്കണം, എന്തിനും ഇവിടെ വിട്ടു പോവുമല്ലേ, സാധിപ്പിക്കണം എന്നുള്ളതായി എല്ലാവരുടെയും പ്ലാന്. അപ്പൊ എന്റെ ചർച്ചിലുള്ള ഒരു 2 കുട്ടികൾ ഭാര്യ ഭർത്താവാണ്. അവരാണ് ഇതിന്റെ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ട അവർ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുന്നത്. അവർ പോയിട്ടുള്ളതാണ് നേരത്തെ, അതുകൊണ്ട് അവരാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ എനിക്ക് കൊണ്ടുപോകാനുള്ള പല സാധനങ്ങൾ, ജാക്കറ്റ്, ഗ്ലൗസ്, സോക്സ്, തൊപ്പി, ഇങ്ങനെയുള്ള കുറെ എക്സ്ട്രാ സാധനങ്ങൾ വേണമായിരുന്നു. നമ്മൾ സാധാരണ ഒരിടത്ത് പോകുന്നത് പോലെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ പിള്ളേർ പോയ പിള്ളേരെ എനിക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് തരുന്നവർ പറഞ്ഞു, ആന്റി ഇന്ന പോലെയാണ് അവിടുത്തെ കാര്യങ്ങൾ, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കരുതണം എന്ന് പറഞ്ഞു. അപ്പൊ ഇനി അതിനായിട്ട് ഞാൻ ഈ ജാക്കറ്റ് പോലുള്ള സാധനം, വലിയ കട്ടിയുള്ള സാധനമൊക്കെ, ഉടുപ്പൊക്കെ വേണ്ടേ, എന്താ ജാക്കറ്റ്, അതൊക്കെ ഞാൻ മേടിക്കണമെങ്കിൽ ഇനി ഞാൻ പോകുന്നതിന്റെ നല്ലൊരു പൈസ വീണ്ടും അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം. പക്ഷെ അതൊന്നും പേടിക്കണ്ട ആന്റി, എല്ലാം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് അവര് പോകുന്ന യാത്ര ആക്കി കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും അവർ എനിക്ക് തന്നു. തൊപ്പിയൊക്കെ എക്സ്ട്രാ പിന്നെ എടുത്തു. എന്റെ കൂട്ടത്തിലുള്ള റൂമിലുണ്ടായിരുന്ന പിള്ളേർ അത് തന്നു വിട്ടു. അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്നതെന്ന് പറയാം. അതല്ല ഇതെല്ലാം ഞാൻ മേടിക്കേണ്ട വന്നിരുന്നെങ്കിൽ ഇവിടെ ഒന്നും ഞാൻ നിൽക്കത്തില്ല, പോകുകയില്ല, പോകാനും പറ്റിയെന്ന് വരില്ല. അങ്ങനെ പിന്നെ ഷൂ ആണെങ്കിൽ കട്ടിയുള്ള ഷൂ വേണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ എന്റെ സാധാ ഷൂ തന്നെ ഇട്ടിട്ട് അങ്ങ് പോയി. അപ്പോൾ എന്താ സോക്സ് കൂടുതൽ ഇട്ടു. ഞാൻ സാധാ ഇടുന്ന സോക്സ് ഇട്ടു, പിന്നെ അവർ തന്നത് അതിന്റെ മുകളിൽ ഇട്ടു. അങ്ങനെ 2 സോക്സ് 3 സോക്സ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരുടെയും വായ്പയായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പെട്ടി മാത്രമേ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സമയങ്ങളിലെല്ലാം ശ്വാസം മുട്ട് കുറച്ച് കൂടുതലുണ്ടായിട്ട് ഇരിക്കുന്ന സമയമാണ്. ഇൻഹീലർ കയ്യിൽ നിലവിലുണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ പറയൂല്ലോ ഇത്ര ദിവസം എന്ന്, അത് ഞാൻ ചെയ്തിട്ട് അത് അവിടെ പിന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ ചെല്ലുമ്പോൾ -3, 4 ഈ കണ്ടീഷനിലൊക്കെയാണ് അവിടുത്തെ തണുപ്പെന്ന് ഇവർ പറഞ്ഞിരുന്നു. അതെല്ലാം കണക്ക് കൂട്ടി എന്നോട് ഇവർ മുന്നേ പറഞ്ഞു, ആന്റിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഡോക്ടറെ കാണണം, നിർദ്ദേശം മേടിക്കണം, മരുന്ന് വാങ്ങണം എന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പനിയുടെ ഗുളിക, അത് വരാനുള്ള പനി, ജലദോഷം, ഇങ്ങനെയുള്ള കുറച്ച് മരുന്നുകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കുട്ടികളാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തന്നത് കേട്ടോ. അതേപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത ഇവരും, എനിക്ക് എടുക്കാൻ പറ്റുമായിരുന്നതിന്റെ ബാക്കി തുക ഇവരെല്ലാം കൂടി എനിക്ക് തന്നു. ഈ പിള്ളേരും തന്നു, അവർ കഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ അവരും എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ പലരുടെയും സഹായത്തോടെയാണ് ഞാൻ അർമേനിയയിൽ എത്തിയത്. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയത്. ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത് കേട്ടോ. പലരോടും പറഞ്ഞു നമുക്ക് 3-4 പേർക്ക് ഒരുമിച്ച് പോകുകയാണെങ്കിൽ പൈസ കുറവുള്ള പലതും പറഞ്ഞു തന്നു. പക്ഷെ ആരും അന്നേരം ആ സമയത്ത് ഒഴിവുള്ളവരില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോയേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധം എനിക്കും ഉണ്ടായി. അങ്ങനെ ഞാൻ റെഡിയായി. ഞാനിങ്ങനെ പോകാൻ ആഗ്രഹിക്കുമ്പോൾ, പോകാനായിട്ട് ഉള്ള ഒരുക്കങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ കൂടെ നിൽക്കും, അല്ലെ എന്താ നമ്മൾ പോകുന്നതിൽ ഒരുപാട് സന്തോഷിക്കും എന്ന് വിചാരിച്ചിരുന്ന ചിലരൊക്കെ അവർക്ക് സന്തോഷമല്ല ഉണ്ടായിരുന്നത് കേട്ടോ. ശരിക്കും അവർക്ക് അസൂയാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഏറ്റവും ഭയങ്കരമായിട്ട് നമ്മൾ കരുതിയത്, നമ്മളെ സ്നേഹിച്ചിട്ടുള്ളവരും അല്ലെ നമ്മൾ അത്രയ്ക്ക് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുമെന്ന് വിചാരിച്ചിരുന്ന ചിലരിൽ നിന്ന് നേരെ തിരിച്ചിട്ടുള്ള അനുഭവമാണ് എനിക്കുണ്ടായത്. ഇതൊന്നുമല്ലാതെ പുറമേ നിന്ന മറ്റാളുകളിൽ നിന്നാണ് എനിക്ക് വളരെ ഊർജ്ജവും പോകാനുള്ള നല്ല ഒരു സപ്പോർട്ടും കിട്ടിയത്. ആ കാര്യം എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. പണം കൊണ്ടല്ല, അല്ലാതെയുള്ള ഒരു സപ്പോർട്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവർക്ക് എന്തോ ഒരു അസൂയ അപ്പോൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വേറെ പണിയൊന്നുമില്ല, അർമേനിയക്ക് പോകുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയുമെന്ന് വിചാരിക്കാത്ത ആളിൽ നിന്നൊക്കെ ഞാൻ അങ്ങനെ കേൾക്കേണ്ടി വന്നു. അതെന്റെ മനസ്സിലൊക്കെ നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ ആ പോകുന്ന സമയങ്ങളിൽ അവരുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് വേറെയും ചില വിഷമങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോണ്ടല്ലോ, ഈ അർമേനിയക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ശരിക്കും ഭയങ്കര വിഷമം ഉണ്ടായിരുന്ന സമയം. പക്ഷെ ഞാൻ പോയി, അതാണ് എങ്കിലും ഞാൻ പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. ഇപ്പൊ എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റാത്ത അത്രയ്ക്ക് മാനസികമായി ഞാൻ തളരുകയാണെങ്കിൽ ആ സമയത്ത് വളരെ തളർന്ന് ഞാൻ ഇരിക്കേണ്ട ഒരു പല കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്നാ മാനസികമായിട്ട് ഞാൻ നല്ല വിഷമത്തിലും വേദനയിലുമാണ് എങ്കിലും ഞാൻ ആ സമയം അങ്ങനെ ഇരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ തന്നെ കാണുന്നത്. ഒരു വശത്ത് ഇതുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പലരോടും പറയുന്നത്, നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും നമുക്ക് ഒരു വശത്തുണ്ട്, ഉണ്ടാവാം. പക്ഷേ അതൊരു സൈഡിൽ ഇരിക്കട്ടെ, അതിന്റെ കൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകണം. അതാണ്. അപ്പോൾ ഒറ്റയ്ക്കാണ് എൻ്റെ യാത്ര. ഡിസംബർ 24-നാണ് അവിടുന്ന് ഞാൻ യാത്ര പോകുന്നത്. അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത്. ഒരു 2.5 മണിക്കൂർ കൊണ്ടൊക്കെ അർമേനിയയിലെത്തി. അവിടെ ചെല്ലുമ്പോഴത്തെ അവസ്ഥ പിന്നെ നിങ്ങൾക്ക് കാണാൻ വീഡിയോയ്ക്കകത്തോടെ എല്ലാം ഉണ്ട് കേട്ടോ. ബാക്കി എൻ്റെ വീഡിയോ കാണുക, മുഴുവൻ കാണുക. ഒരു 3-4 വീഡിയോ അർമേനിയയിലേക്ക് ഞാൻ എത്തിയതിൻ്റെയും അവിടെ യാത്ര ചെയ്തതിൻ്റെയും ഒക്കെ കാണാനായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആ സ്ഥലങ്ങളെല്ലാം കാണാം. എൻ്റെ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ മറക്കരുത്, വിട്ട് കളയരുത്. ഈ വീഡിയോ ആദ്യം കാണുന്നവർ ഇതിന് മുമ്പുള്ള വീഡിയോയും കൂടി നിങ്ങൾ പോയി കാണണം.
ഇത്രയും പ്രായമൊക്കെ ഉള്ള ഒരു അമ്മച്ചി എന്ന് വെച്ചോ അല്ല ഒരു ചേച്ചിന്നോ അല്ല ചിലർ പ്രായമുള്ളവരുണ്ട് ഒരു അനിയത്തിന്നോ ഒക്കെ കാണുക. എല്ലാവർക്കും ആ രീതിയിൽ നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും ഇതേപോലെയൊക്കെ ഉള്ള നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കണം. നമ്മൾ ഒറ്റയ്ക്ക് പോകണം. ഞാൻ പറയുന്നത് ആരെയും നമ്മൾ നോക്കി നിൽക്കുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോകുക കേട്ടോ. അതിന് ആരും മടി കാണിക്കരുത്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവണം. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോകാൻ തയ്യാറാകുള്ളൂ. പണവും വേണം നമുക്ക്, ശരിയാണ്. ഞാൻ അങ്ങനെ പോയത് കൊണ്ട് മാത്രമാണ്, ഞാനിപ്പോൾ യു എയിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ പോകാനായിട്ട് അന്നേരം സാധിച്ചത് കേട്ടോ. ഇനിയും പോകാൻ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല. നടന്നെങ്കിൽ നടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഈ വിശേഷങ്ങളും എല്ലാം കൂടി ഒരുമിച്ചിടാനായിട്ട് പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇനിയിലേക്ക് പോകാനിടയായ കാര്യങ്ങളും അതിന്റെ വിശേഷങ്ങളും പറഞ്ഞ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച്, അപ്പൊ ഇനി ഞാൻ എത്രയും വേഗം അർമേനിയയിലേക്ക് പോയതിന്റെ വീഡിയോയുമായിട്ട് വരുന്നതാണ്. എല്ലാവരും കാത്തിരിക്കണം. അർമേനിയ എന്നെ പോലെയുള്ള സാധാരണക്കാരോടാട്ടോ പറയുന്നത്. എനിക്കത് വലിയൊരു സംഭവമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. എന്നെ പോലെയുള്ള സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സത്യത്തിൽ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, എന്നിരുന്നാലും സപ്പോർട്ട് ചെയ്യണം. പിന്നെ മറ്റു വിശേഷങ്ങൾ ബാക്കി ഞാൻ ഇനി അർമേനിയ പോയി അന്ന് മുതലുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോകളിലേക്ക് ഓരോന്നിൽ 2-3 വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പം എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണം. അപ്പം അതിന് മുമ്പുള്ള വീഡിയോകളും നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ അർമേനിയയിലെ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.